ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പൊറോട്ടയുടെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റായിട്ട് അതുപോലെ നല്ല ലെയേഴ്സൊക്കെ ഉള്ള പൊറോട്ട വീശിയടിക്കാതെ എങ്ങനെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. പൊറോട്ട ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. പൊറോട്ടയ്ക്കുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് മൈദ. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊറോട്ട കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഈ മൈദയും ഉപ്പും പഞ്ചസാരയും കൂടിയിട്ട് ആദ്യം നന്നായിട്ടൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം മുട്ട അതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ചേർക്കാം. ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ മൈദ കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മുട്ടയിൽ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാല് നമുക്കിതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കാം. ഈ പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ മാവ് നമ്മൾ ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ 3/4 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പാലിന് പകരമായിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ടും കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ പിന്നെ പകുതി പാല് പകുതി വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താലും മതി. പക്ഷേ നമ്മൾ ഈ മാവ് പാലിൽ തന്നെ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1-2 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്നും അങ്ങോട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കത് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഈ പാത്രത്തിലിട്ടിട്ട് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ കുറച്ച് എണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതൊരു 10-15 മിനിറ്റ് നേരം നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മളിതിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ പൊറോട്ടയുടെ മാവിൻ്റെ പരുവെന്ന് പറയുമ്പോൾ നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് കേട്ടോ വേണ്ടത്. ഈ മാവ് നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴച്ചെടുക്കണോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കത് നമ്മൾ നേരത്തെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, നമ്മളിതുപോലെ ഈ മാവ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പൊറോട്ടയ്ക്കുള്ള മാവ് വേണ്ടത്. ഇനി ഈ മാവ് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ അതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്കത് അടച്ചു വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്നുകൂടി അങ്ങോട്ട് കുഴച്ചെടുത്തതിന് ശേഷം ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമ്മൾ 2 വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ബോൾസ് ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് വലിയ ബോൾസ് ആയിട്ടല്ല കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്കത് പരത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ മാവ് മുഴുവൻ ഇതുപോലെ നമുക്ക് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ ബോൾസിൻ്റെ മേലെ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം അത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഓരോരോ ബോൾസായിട്ട് എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പതുക്കെ അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന ചപ്പാത്തി റോളർ വെച്ചിട്ട് ഒന്നങ്ങോട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം.
അതിനുശേഷം പരത്തിയെടുത്തിട്ടുള്ള ഈ മാവ് എണ്ണ പുരട്ടിയിട്ടുള്ള ഈ പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മാവിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ഉയർത്തി വെച്ചതിന് ശേഷം ഈ പ്ലേറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത ബോളും നമുക്കിതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് കൈ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. കൈ വെച്ചിട്ട് നമുക്കത് ഈസി ആയിട്ട് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്, പിന്നെ അതിൽ അത്യാവശ്യം എണ്ണയുണ്ട്. അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ അത് പരത്തിയെടുക്കാൻ പറ്റും. ഇതിനി ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള മാവിൻ്റെ മേലെ ഈ മാവ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് മാവ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇപ്പോൾ പരത്തി വെച്ചിട്ടുള്ള മാവ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോൾസും ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഓരോന്നായിട്ട് മേലെ മേലെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ മാവ് മുഴുവനും പരത്തിയെടുത്തിട്ട് നമ്മളതിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് നേരം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനായിട്ട് മേലെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് എണ്ണ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് നേരം തന്നെ വെച്ചാൽ മതി, അതിൽ കൂടുതൽ വെക്കണം എന്നില്ല. നമ്മളത് 2-3 പ്രാവശ്യമായിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്നത് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ടെന്ന്. പക്ഷേ അത് മാക്സിമം 1 മണിക്കൂർ സമയം തന്നെയാണ് റെസ്റ്റിംഗ് ടൈമായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീശി അടിക്കാതെ ഇത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഒരുപാട് ഈസി ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്. അതിൽ 2 മെത്തേഡാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ പരത്തി വെച്ചിട്ടുള്ള മാവ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ റോളർ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം തിന്നായിട്ട് പരത്താം അത്രയും തിന്നായിട്ട് പരത്തിയെടുക്കാം. പിന്നെ ഈ മാവ് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ അവിടെയും ഇവിടെയൊക്കെ ചെറുതായിട്ട് പൊട്ടലൊക്കെ ഉണ്ടാകും. പക്ഷെ അത് കുഴപ്പമില്ല, നല്ല തിന്നായിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഓയിലും ബട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊറോട്ട അത്രയും സോഫ്റ്റായിട്ട് കിട്ടും. ബട്ടറിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നന്നായിട്ടൊന്ന് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം എണ്ണ അതിന് വേണം, അപ്പോഴാണ് പൊറോട്ട നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ മേലെ കുറച്ച് മൈദ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിലെ ലെയറുകളൊക്കെ വിട്ട് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാവും. ഇതിപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് ലെയറുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കിയെടുക്കുക. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് സ്ട്രെച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റം ഇതുപോലെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി ഇതൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് എണ്ണയും ബട്ടറും കൂടിയിട്ടുള്ള മിക്സ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓയിലും ബട്ടറും കൂടിയിട്ടുള്ള മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പൊറോട്ടയുടെ ആ ലെയേഴ്സ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ 2 എഡ്ജസും കട്ടാവാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മറ്റേ സൈഡ് വരെ മടക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് മേലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ള മാവും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ മാവും നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി റോളർ വെച്ചിട്ടും പരത്താം. പക്ഷേ നമുക്കത് കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് തന്നെ ഇതുപോലെ പരത്തിയെടുക്കാം. നമ്മളിത് പരത്തുന്ന സമയത്ത് തന്നെ ഈ ലെയേഴ്സൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നത് കാണാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി പരത്തിയെടുത്തിട്ട് നമുക്കത് ചുട്ടെടുക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ചുട്ടെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം അങ്ങനെ വെന്ത് കിട്ടില്ല. പിന്നെ ഏകദേശം 1 മിനിറ്റ് ആയാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ 2 സൈഡും കളറൊക്കെ മാറി വന്നാൽ നമുക്കിതിൻ്റെ മേലെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു കളറൊക്കെ ആയി വന്നാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി വരുന്ന പൊറോട്ടയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം.
ഇപ്പം നമ്മുടെ പൊറോട്ട മുഴുവനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെയേഴ്സൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ സൈഡിൽ നമുക്കൊന്ന് തട്ടി കൊടുക്കാം. ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഇത് നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ ചെയ്യണം, അപ്പോഴാണ് ലെയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. കണ്ടില്ലേ, നല്ല ലെയറോട് കൂടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വീശി അടിക്കാതെ എളുപ്പത്തിൽ തന്നെ നമുക്കത് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പൊറോട്ട ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും വരാം. താങ്ക്